ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കാശിരങ്കയിൽ തന്നെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ 2-3 പ്രോഗ്രാം കൂടി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇത് ജീപ്പ് സഫാരിയാണ്. ജീപ്പ് സഫാരിക്ക് ചാർജൊന്നുമില്ല. അത് ഞങ്ങളുടെ ടൂർ പ്രോഗ്രാമിൽ കോംപ്ലിമെൻ്ററി ആണ്. അത് കാരണം ഇത് ഫ്രീ ആയിട്ടാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ റൂമിൽ വന്നിട്ടാണ് അവർ വിളിച്ചുകൊണ്ട് പോണത്. ഈ ജീപ്പിലാണ് നമ്മൾ സഫാരി പോണത് കേട്ടോ. വേറെ വണ്ടികളൊന്നും അലൗഡില്ല. അപ്പോൾ ഇത് ഇവിടെ നിന്നുള്ള ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോറസ്റ്റിലേക്ക് എൻ്റർ ആവുന്നത്. ആ ചെക്കിങ് പോയിൻ്റാണിത്. ഇത് കാശിരങ്ക ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിൽ കൂടെയുള്ള ജീപ്പ് സഫാരി. അപ്പോൾ വേറെ പ്രൈവറ്റ് കാറിലൊക്കെ വന്നാലും ഈ ഗേറ്റിൻ്റെ പുറത്ത് നിർത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾക്ക് ഇവർ അലൗഡ് ചെയ്തിട്ടുള്ള ജീപ്പിൽ വേണം പോകാനായിട്ട് ഉള്ളിലോട്ട്. വേറെ പ്രൈവറ്റ് കാറൊന്നും അലൗഡ് ഇല്ല. അപ്പോൾ ആ ജീപ്പിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കാശിരങ്കയുടെ ഫോറസ്റ്റാണ്. ഫോൺ വഴിക്കൊരു ഉടുമ്പനെ കണ്ടു നോക്കുക, അത് കണ്ട. അപ്പോൾ അത് മറ്റേ വൈൽഡ് ലൈഫ് ക്യാമറമാന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു വേറെ രാജ്യത്തെ. അവർ ആ ഉടുമ്പിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ കേട്ടോ. അവരുടെ ക്യാമറയൊക്കെ ഭയങ്കര ക്യാമറയാണ്. എല്ലാവരും ഇങ്ങനത്തെ ജീപ്പിലേ പോകാൻ പാടുള്ളൂ. പിന്നെ ജീപ്പിൽ നിന്ന് താഴ്ത്തിറങ്ങാൻ പാടില്ല, അങ്ങനത്തെ റൂൾസ് ഉണ്ട് അതിൻ്റെ അകത്ത്. കണ്ടില്ലേ, എല്ലാം ഇങ്ങനത്തെ ജീപ്പുകളാണ്. അപ്പോൾ ഇടയിൽ വെച്ചൊരു സ്ഥലത്ത് നിർത്തിയേക്കാണ്. ഈ താഴ്ത്തിറങ്ങി നിൽക്കുന്നത് ഈ ജീപ്പിൻ്റെ അവരുടെ ഡ്രൈവർമാരാണ് കേട്ടോ. അവർക്ക് പെർമിഷനൊക്കെ ഉണ്ട് താഴെ ഇറങ്ങാൻ. നമുക്ക് താഴ്ത്തിറങ്ങാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന സീനാണ് ഇതൊക്കെ. മാനുകൾ, അതുപോലെ കുറേ അനിമൽസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞവർ. ഈ മാന് ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ കാട്ടിൽ. അതെവിടെ പോയാലും കാണാനുണ്ട്. പിന്നെ ഉള്ളത് മെയിനായിട്ടുള്ളത് കണ്ടാമൃഗം. ഇതൊരു സാധനം, ഇത് എന്താണെന്ന് അറിയില്ല, അതിൻ്റെ തല മാത്രമേ പുറത്ത് കാണുള്ളൂ. ചെടിയുടെ ഇടയിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഓരോ സാധനങ്ങളതിനൊക്കെ നമ്മൾ കാണാത്തൊക്കെ കാണാൻ പറ്റി. പിന്നെ ഇത് മറ്റേ ദേശാടന കിളികൾ, ഇതൊക്കെ നടന്നിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കണ്ടത് ഇതൊരു ആമയാണ് കേട്ടോ. ഇതിൻ്റെ ഷെല്ല് ഭയങ്കര സ്മൂത്താണെന്നാണ് പറയണത്. സാധാരണ ആമകളുടെ പോലത്തെ അല്ല അത്ര, അങ്ങനെ കട്ടിയുള്ള ഷെല്ലല്ല അത്ര. അതിൻ്റെ പുറന്തോടെ ഭയങ്കര സ്മൂത്തായിട്ടുള്ളതെന്നാണ് പറയണത് നമ്മുടെ ജീപ്പിൻ്റെ ഡ്രൈവർ പറഞ്ഞത്. ഇതിന് അപൂർവമായിട്ട് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കത് കാണാൻ പറ്റി വന്നപ്പോൾ. ഭയങ്കര വലിയ സൈസാണ് കേട്ടോ. ഇങ്ങനത്തെ ആമ നമ്മളെവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ സൗണ്ട് കേട്ടപ്പോൾ അത് വേഗം പോയി. കണ്ടില്ലേ, വലിയ ആമയാണ്. ഒരാളതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇരുന്നിട്ട് പോകാൻ പറ്റും, അത്ര സൈസ് വലിയ ആമയാണ് കേട്ടോ. പിന്നെ ഇത് കാട്ടുപോത്തുകൾ പിന്നെ നിറയുണ്ടായിരുന്നു കാട്ടിൽ. അവരിങ്ങനെ സുഖമായിട്ട് നടന്നുകൊണ്ട് പുല്ലൊക്കെ തിന്നിട്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ജീപ്പ് സഫാരിയിൽ കാണാൻ പറ്റണത് കേട്ടോ. കണ്ടില്ലേ, കാട്ടുപോത്തുകൾ ഇഷ്ടം പോലെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൽ നമുക്കൊരു പരുന്തിരിക്കണം. അങ്ങനെ ചെറിയ വെള്ളം തടാകം പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ട, ഇതൊരു ഭയങ്കരമായ സീനാണ് കേട്ടോ. ആമകൾ വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് ആ മരത്തിൻ്റെ മുകളിലിരിക്കുകയാണ്. ഇതെവിടെയാണ് ടിക്കറ്റ് എടുത്തിട്ട് ക്യൂ നിൽക്കണ പോലെ നിൽക്കണം. ഇതുപോലെ നമ്മൾ ആദ്യമായിട്ടാണ് കാണാൻ കേട്ടോ. അതെല്ലാം ആമകളാണ്. ഇത് വേറെ സൈസ് കളറുള്ള ഒരു കിളി. ഇതൊക്കെ ഓരോ രാജ്യത്തു നിന്ന് വന്നിട്ടുള്ള ദേശാടന കിളികളാണ് കേട്ടോ. അതൊക്കെ ആ സീസണിൽ വരും, ഇവിടെയൊക്കെ വന്നിങ്ങനെ കുറേ കറങ്ങും. പിന്നെ അതിൻ്റെ ടൈം ആകുമ്പോൾ തിരിച്ചു പോകും. അങ്ങനെ പല തരത്തിലുള്ള കിളികളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരും. ഇത് കണ്ടില്ല, ഇതൊക്കെ കിളികളാണ്. ഇതാണ് വലിയ വലിയ കിളികളും മാനുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ കണ്ടില്ലേ, കണ്ടാമൃഗം. ഇതിന് ഇഷ്ടം പോലെ കാണാൻ പറ്റും ഇവിടെയൊക്കെ. ഇത് പിന്നെ കൂടുതലായിട്ട് ഈ കാശിരങ്കയിൽ തന്നെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അതൊരു അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ കാശിരങ്ക നാഷണൽ പാർക്കിന്. അതിൽ അതിൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ അവിടുത്തെ ഞങ്ങൾ ജീപ്പ് സഫാരി കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് കിടന്നിട്ട് ഞങ്ങൾക്ക് ഇനി അടുത്തൊരു പരിപാടിയുണ്ട്. ഇവിടെ ഒരു ഓർക്കിഡ് ഗാർഡൻ ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോവാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ അവിടെ പോകണതിൻ്റെ അതിൻ്റെ എൻട്രൻസിന് മുമ്പുള്ള കടകളൊക്കെയാണ്. നമുക്കുള്ള ജ്യൂസ് പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കഴിക്കാൻ, സ്നാക്സൊക്കെ മേടിക്കാൻ പറ്റിയ കടകളാണ്. എല്ലാ ഫ്രൂട്ട്സൊക്കെ അടിപൊളി ഫ്രൂട്ട്സുകളാണ് കേട്ടോ. എല്ലാ ഒരുമാതിരിപ്പെട്ട ഫ്രൂട്ട്സുകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലും കിട്ടുന്നതാണ് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട്സ്, ഓറഞ്ച്, ആപ്പിള്, ഗ്രേപ്സ്, പൈനാപ്പിൾ, അതൊക്കെ. അപ്പോൾ അവിടെ പോയി കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ആൾക്കാർക്ക് വിസിറ്റേഴ്സിന് വരുമ്പോൾ, ടൂറിസ്റ്റിന് വരുമ്പോൾ മേടിക്കാനും കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അവരാണ് വെച്ചേക്കണ ഒരു സ്റ്റാളുകളാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ 4 പേരും 4 ഓറഞ്ച് ജ്യൂസ് മേടിച്ചു.
അതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റാണ് അവിടെ എല്ലാം. വേസ്റ്റുകളും പ്ലാസ്റ്റിക്കുകളും ഒന്നും കാണാൻ പറ്റില്ല. ഇതിപ്പോൾ ഓർക്കിഡ് ഗാർഡനിലേക്ക് പോകേണ്ട എൻട്രൻസാണിത്. ഇവിടേക്ക് കയറണമെങ്കിൽ 200 രൂപ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഒരാൾക്ക് 200 രൂപ ടിക്കറ്റാണ്. ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ. ഇതാണ് ഓർക്കിഡ് ഗാർഡൻ. ഇത് ഇങ്ങനത്തെ വേറെ എവിടെ ഇല്ലയെന്ന് പറഞ്ഞ ഇന്ത്യയിൽ പല വെറൈറ്റി ഓർക്കിഡുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അവർ നമുക്ക് ഓർക്കിഡിനെ പറ്റിയുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അത് കേട്ടോളണം നിങ്ങൾ. അത് കേൾക്കേണ്ട കാര്യങ്ങളാണ്. जो फ्लावर आसामी लेडीज लोग ये बालों में लगा के बिहू डांस परफॉर्म करते हैं। ये हाँ, कॉमन नेम है फॉक्स तेल। देखने में फॉक्स का तेल जैसा लंबा होता है। और इंटरेस्टिंग बात देखिए, ये सब ऑर्किड बिना सॉइल में ग्रो होते हैं, मिट्टी का ज़रूरत नहीं है। तो इनका जो एरियल रूट्स है हवा से मॉइस्चर कलेक्ट करके ऐसे जिंदा रहता है। इसलिए ऑर्किड को പിന്നെ അവരെല്ലാം ഹിന്ദിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ ഹിന്ദിയൊക്കെ എല്ലാവർക്കും ഒരുമാരൊക്കെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് കേട്ടൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോളണം കേട്ടോ അവർ പറയണതൊക്കെ. പക്ഷേ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എത്ര തരത്തിലുള്ള ഓർക്കിഡുകളാണ്, ചുരുങ്ങിയത് ഒരു 1500 ടൈപ്പെങ്കിലും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ഇതിൻ്റെ അകത്ത്. ऑर्किड होने से एक फ्लावर में हमेशा 6 पेटल्स होते हैं। उसमें से 5 एक जैसा होगा, एक हमेशा अलग। तो जिस फ्लावर में 5+1 नहीं होगा तो उस जैसा हाँ 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 जूता टाइप का देखिए। ഓക്കെ ഓക്കെ വെരി വെരി വെരി. इनका स्मेल ट्राई कीजिए, ये चॉकलेट जैसा खुशबू है इसकी। പിന്നെ ഓർക്കിഡിനെ പറ്റി എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും. അത് മണ്ണില്ലാണ്ട് വളരുന്ന ഒരു ചെടിയാണ്. അതിലത്തെ പല വെറൈറ്റീസ് അതിൻ്റെ ചെടികളും അതിൻ്റെ പൂക്കളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഉള്ളത് ഇവിടെയാണെന്നാണ് പറയുന്നത്. ഇവരുടെ അടുത്തുണ്ട് എല്ലാ വെറൈറ്റീസും ഇവരുടെ അടുത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് അവർ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനത്തെ ഇത്രയധികം ഒന്നും ഓർക്കിഡൊന്നും എവിടെയും കണ്ടിട്ടില്ല. അത് കാരണം ഒരു പുതിയൊരു നമുക്കൊരു നല്ലൊരു അനുഭവമായിരുന്നു ഇതൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ട് നമ്മുടെ കൂടെ എല്ലാം കണ്ട് ആസ്വദിക്കുക കേട്ടോ. എല്ലാം ഒന്നിനൊന്നും വെച്ചുള്ള പൂക്കളാണ്, കണ്ടില്ലേ? പല വെറൈറ്റീസ്, പല കളറ്, ഡിസൈന്, അങ്ങനെ എല്ലാം ഒരു കാണാൻ പറ്റിയൊരു നല്ല സാധനങ്ങൾ. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് മേടിക്കാനും കിട്ടും കേട്ടോ ചെടികളൊക്കെ. പിന്നെ അത് എങ്ങനെയൊക്കെ അതിനെ വളർത്തണം എന്നുള്ളതിനെ പറ്റി എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായിട്ട് പറഞ്ഞു തരും. അത് കാരണം കുഴപ്പമില്ല, ആവശ്യക്കാർക്കൊക്കെ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാം നമുക്ക്. പിന്നെ അത് വളർത്തണം എങ്ങനെയാണ് അത് പരിപാലിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഇത് 200 രൂപത്തെ ടിക്കറ്റ് മേടിച്ചാലും നമ്മൾക്ക് നല്ല വർത്താണ് കേട്ടോ. നല്ല നല്ല സാധനങ്ങളൊക്കെ കാണാം. ഇനി കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഈ കണ്ടില്ലേ ഈ പൂവിൻ്റെ ഷേപ്പ് ഡിസൈനൊക്കെ നോക്കി എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ പല വെറൈറ്റീസാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. जो बेस हम लोग यूज किया है, ये बड़ा बड़ा ट्री फर्न का पेड़ है, फर्न ब्लॉक। तो फर्न ब्लॉक में ऑर्किड लगाने से ऑर्किड का ग्रोथ अच्छा होता है। अच्छा क्योंकि वो पानी को दूसरा ऑर्किड का ये नहीं ना, दूसरा किसी का ये नहीं। ഓരോ ചെടീനെയും ഓരോ പൂക്കളെയും പറ്റി നന്നായിട്ട് നമ്മൾക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം കേട്ടോ. അത് കാരണം ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ വീഡിയോ കണ്ടാൽ ഈ ഓർക്കിഡ് എങ്ങനെയാണ് വളർത്തണേ, എന്തൊക്കെ തരത്തിലുള്ള ഓർക്കിഡ് ഉണ്ട്, ഏതൊക്കെ രാജ്യത്തിലത്തെയാണെന്നൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ. When it's completely bloom, it's exactly look like the pineapple. പൈനാപ്പിൾ. That's why the common name is called pineapple orchid. तो ये जो ऑर्किड है, ये देखिए दुनिया का सबसे बड़ा ऑर्किड घर घर में लोग लगाते हैं, क्योंकि इनका मेंटेनेंस कम है और हर जगह में ये ग्रो होते हैं। हाइब्रिड है। ഈ ഓർക്കിഡൊക്കെ നോർമൽ ഓർക്കിഡാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെയൊക്കെ നമ്മൾ സാധാരണ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, കുറേ വീടുകളിലൊക്കെ ആൾക്കാർ വെച്ചത് കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ ഓർക്കിഡാണ്. ഇതിനത്ര വലിയ ഇതൊന്നും സ്പെഷ്യാലിറ്റി ഒന്നും കണ്ടില്ല കേട്ടോ. ഇതൊക്കെ എല്ലാതും നമ്മൾ വേറെ വീടുകളിലും നമ്മുടെ നാട്ടിലൊക്കെ കാണാറുള്ള ഓർക്കിഡുകളാണ്. हाँ हाँ ओके. वनीला पॉट, ओह इसमें से एसेंस बनाते हैं। हाँ हाँ ठीक है. तो वनीला देखिए वर्ल्ड का सेकंड कॉस्टली प्लांट है। हाँ 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 सैफ्रॉन के बाद हाँ पर केजी वेनिला बीन्स का मार्केट प्राइस है 40,000, 40,000. लेकिन हम लोग 40 रुपीज़ में भी खाते हैं। हाँ हाँ तो हाँ पूरा सिंथेटिक खाते हैं, सिंथेटिक. ओके इसीलिए कम दाम में मिलते हैं। ओके ओके. तो ये ऑर्किड देखिए, ये सिक्किम का स्टेट फ्लावर है, ओह नेशनल सिक्किम स्टेट फ्लावर। इनका नाम है डेंड्रोबियम नोबाइल। नंड्रोबियम डॉलर. और इनका फ्लावर में से चाइना ने कैंसर मेडिसिन बनाने के लिए रिसर्च चला रहा है। ये फूल में से. हाँ, चाइना सक्सेस हो गया हाँ हाँ तो ये भी जाके मेडिसिनल वैल्यू वाला। ओके. फिर वो ये कौन सा? ये भैंडा। हाँ हाँ हो गया. तो ऑर्किड देखिए सीड्स में से भी जर्मिनेट होते हैं। हाँ ये सब ऑर्किड का सीड्स है, हाँ 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 बड़ा बड़ा सीड्स। इनका अंदर मिलियन पाउडरी सीड्स होते हैं। हाँ 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 ओके. ये हवा में जाके जर्मिनेट होगा, जहाँ माइकोराइजा बोल के एक फंगस मिलेगा।
ये भी देखिए पेरिनीफ्लोरम बोल के डिफरेंट टाइप का ऑर्किड। इसमें काफ़ी सारा फ्लावर है, ओ पर्टिकुलर एक एक में 5+1 है, 5+1 एक एक इसीलिए ऑर्किड। ओके 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 तो ये भी देखने में देखिए डॉल्फिन जैसा हाँ 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 क्रैब टाइप का देखिए। ओ ओ ये यूनिसेफेरा बोल के एक डिफरेंट टाइप का। ओके ओके अयो एत्र वैरायटी ऑफ टोटल कितना वैरायटी है ये 1000 वैराइटीज है हाँ 2000 हाँ लेकिन पूरा वर्ल्ड में ऑर्किड मिलता है 35,000 स्पीसीज। ओके वो बोल रहे हैं ज़्यादा इधर ही इंडिया में इधर ही मिलता इंडिया में 1500 मिलता है, है वो तो इधर ही ज़्यादा मिलता है हमारे इधर 2000 है, 500 ऑर्किड बाहर से है। हाँ ये सब भी डांसिंग लेडी। हाँ तो आजकल देखिए ऑर्किड बोल के सबको यही मालूम होते हैं, हाँ 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 मैं सब घर घर में लोग लगाते हैं हाँ सही है क्योंकि इनका मेंटेनेंस कम है हाँ हाँ और हर जगह में ये ग्रो होते हैं। हाँ 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 ये जो शादी बुके में यूज होते हैं हाँ मला हर कलर ऑर्किड, इनका भी मॉडिफाई देखने में देखिए हाँ 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 अलग टाइप का। ये कॉमन ऑर्किड है आजकल। दुकान तो बोटानिकल टर्म्स में देखिए ऑर्किड का एक एक फ्लावर में हाँ हाँ इसमें 3 अलग अलग पेटल्स होते हैं। ओके इसमें देखिए 1 2 3 हाँ इसको सेपल्स बोलते हैं हाँ 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 और ये 2 है इनका पेटल्स, हाँ 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 सेपल्स पेटल्स, हाँ हाँ और इसको लीप बोलते हैं, लीप ओ ओ LIP। दिखने में देखिए जीप जैसा। ആ ഇത് 3 വേറെ വേറെ പിന്നെ ഇത് 2 ഇത് വേറെ കേട്ടോ 5 ടൈപ്പിലാണ് കണ്ടാ ആ നോക്ക് तो अभी आप लोग देखिए ऑर्किड का सीड, डिफरेंट वैरायटी ऑर्किड का जो നല്ല सीड, അതിന്റെ സ്റ്റൈൽ ഡിസൈൻ ऑर्किड का जो सीड्स होते हैं ऐसा होते हैं देखिए। हाँ हाँ ये सब देखिए, डिजाइन ये ऑर्किड का सीड्स, हाँ सीड्स सीड्स ये हवा में जाके हाँ हाँ जहाँ माइकोराइजा फंगस मिलेगा हाँ हाँ उधर जाके नया प्लांट बनेगा। ഓക്കെ ഓക്കെ इधर देखिए मैं पाउडरी सीड्स होते हैं देखिए, हाँ ये सब ഇതാണ് सीड्स है। ഇതാക്കണേ നയ പ്ലാന്റ് पॉलिनेशन हाँ न्यू प्लांट ये पॉलिनेशन के बाद सीड्स है, जर्मिनेशन के लिए माइक्रोराइजा सही देख। है। ये भी देखिए डेंड्रोबियम हिबिकी, इनका जहाँ जहाँ पे देखिए लाइट आया है वो पूरा शाइनिंग होते हैं। हाँ लाइट आया तो शाइनिंग होता है ना ये काफ़ी सारा सीड्स देखिए। இந்த பூ மேல லைட் விழுந்தா ஷைனிங் அடிக்கும் तो इनका स्मेल ट्राई कीजिए, ऑरेंज जैसा है, നോക്ക് നോക്ക് ऑरेंज फ्लेवर शाइनी है। हाँ 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 इनका भी स्मेल है देखिए। तो इधर एक ऑर्किड है, ये दुनिया का सबसे छोटा ऑर्किड में से एक है, वर्ल्ड का वन ऑफ द स्मॉलेस्ट ऑर्किड प्लांट। हाँ हाँ ये जब खिलेगा हाँ हाँ फ्लावर का फाइनल साइज होगा 1.2 mm। ओहो लीफलेस ऑर्किड, ओके पत्ता नहीं होते, ओह तो इसीलिए इनका रूट्स में ग्रीन कलर है, हाँ हाँ वो रूट्स में ही फोटोसिंथेसिस करके हाँ इससे जिंदा रहता है। हाँ ये असम से इसको रिपोर्ट किया है। हाँ 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 तो ये भी देखिए डेंड्रोबियम हेमामेलिनो ग्लॉसम बोल के हाँ हाँ डिफरेंट टाइप का ऑर्किड, ये सब फोक्सटेल का हाइब्रिड। ഓ ഓ അപ്പോൾ ഓർക്കിഡിൻ്റെ ഗാർഡനൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള അടുത്തൊരു സെക്ഷനാണിത്. അവരുടെ സ്വന്തം മാനുഫാക്ചറിങ് മ്യൂസിക് ഇൻസ്ട്രുമെൻസുകളാണ് ഇതൊക്കെ. ഇതിലധികം അവർ ഈ ബാമ്പു കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ മ്യൂസിക് സൗണ്ടുകളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടാണ്. ഓരോ ഇൻസ്ട്രുമെൻസിൻ്റെ സൗണ്ട് എന്താണ്, ഏത് എങ്ങനെയാണെന്നുള്ളതൊക്കെ എല്ലാതും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് അതിൻ്റെ ആൾക്കാരവിടെ ഉണ്ട്. അവർ നന്നായിട്ട് നമുക്ക് എല്ലാം ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് നന്നായിട്ട്. അത് കാരണം നമുക്ക് എല്ലാത്തിനെ പറ്റി ഒരു ചെറുതായിട്ടൊരു നോളജൊക്കെ കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ. കണ്ടില്ലേ പലതരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസുകളാണ് ഇരിക്കണത്. ഇതൊക്കെ അവരുണ്ടാക്കിയിട്ടുള്ളതാണ്, അവർ സ്വന്തം മേഡാണ് ഇതൊക്കെ. ഈ പയ്യനാണ് ഇവിടുത്തെ ഇൻചാർജ്, ഇവനാണ് ഇതിനെ പറ്റിയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരണേണ്ട. അവന് ഈ എല്ലാ ഇൻസ്ട്രുമെൻസും അവനക്ക് വായിക്കാൻ അറിയാം. അവനെല്ലാം കുറേ ഞങ്ങൾക്ക് അവന് റിയലായിട്ട് ഞങ്ങൾക്ക് വായിച്ചൊക്കെ കാണിച്ചു തന്നു. പിന്നെ എല്ലാം ഞങ്ങൾ എല്ലാം ചെയ്യിക്കാൻ പറ്റിയിട്ട് ടൈമില്ലാത്തതാണ് ഞങ്ങൾ കുറച്ചൊക്കെ നോക്കിയിട്ട് ഞാൻ പോയിട്ടാണ്. പക്ഷെ ഇതൊക്കെ കാണേണ്ട ഓരോ കാര്യങ്ങളാണ്, അവരുടെ സ്വന്തം മാനുഫാക്ചറിങ് ഐറ്റങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ ഫൈനെല്ലാം ഓരോന്നിടത്ത് ഞങ്ങൾക്ക് ഊതിയതിൻ്റെ സൗണ്ടൊക്കെ കേൾപ്പിച്ച് തരാണ് കേട്ടോ. അങ്ങനെ എല്ലാത്തിനും ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും അവനെ എല്ലാം ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തന്നു. ഓക്കെ, ഇത് വയലിനാണ്. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നൊക്കെ ഞങ്ങൾക്ക് കാണിച്ച് അതിനെ പറ്റിയൊക്കെ പറഞ്ഞു തരാണ് കേട്ടോ. ഇത് ആടിൻ്റെ കോമ്പൗണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം അങ്ങനത്തെ ഓരോ ഐറ്റങ്ങളാണ് കേട്ടോ. ഓരോ ഇതിൻ്റെ മൃഗത്തിൻ്റെ കോമ്പൗണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാത്തിൻ്റെയും സൗണ്ടുകളൊക്കെ വേറെ വേറെ ക്വാളിറ്റിയാണ് കേട്ടോ. ഈ സൗണ്ട് ഉണ്ടല്ലോ, ഒരു കാട്ടിലൊക്കെ ഉള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സിഗ്നൽ കൊടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് അത്ര. അതിൻ്റെ സൗണ്ടാണത്. അത് അങ്ങനത്തെ ഒരു എക്യുപ്മെൻറ്റ്. ഇത് കാട്ടുപോത്തിൻ്റെ കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണ് കേട്ടോ. ഇതിൻ്റെ സൗണ്ടും വേറെ ക്വാളിറ്റിയാണ്.
അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അപ്പോൾ അത് പോണത് ഇതാണ് കാണുന്നത് കേട്ടോ. ഇത് ഓർക്കിഡിൻ്റെ ഇത് ഇവിടെ താഴത്ത് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വഞ്ചി ഉണ്ടല്ലോ, അതിൽ 200 റൗണ്ട് അടിക്കാമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു തടാകം പോലത്തെയാണ് ഇത്. അപ്പോൾ ആ ഒരു പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഈ ടിക്കറ്റിൽ 200 രൂപയിൽ ഇൻക്ലൂഡാണ്ട് ഈ പറഞ്ഞ കാണാനൊക്കെ സ്ഥലങ്ങളൊക്കെ നോക്കാൻ അതിൻ്റെ ഉള്ളിലത്തെ ഏരിയയിലുള്ളതാണ്. അപ്പോൾ അതൊന്ന് പോയി ഒന്ന് നോക്കി അതിലൊന്ന് റൗണ്ട് അടിച്ചാണ് നമ്മൾ. അതുപോലെ നമ്മുടെ സ്വന്തക്കാരും അതിൻ്റെ കൂടെ തന്നെ അവരും ഒരു ബോട്ടിൽ ഭാര്യയും ഭർത്താവും അവരും ഒന്ന് റൗണ്ട് അടിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ആ 200 രൂപയിലത്തെ ഫ്രീ റൈഡുകളാണ് കേട്ടോ. അത് കാരണം കുഴപ്പമില്ല, 200 രൂപ കൊടുത്താലും നമുക്ക് നല്ല ലാഭമായിരുന്നു. ഇത് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി. അതുകൊണ്ട് ഇതൊക്കെ നല്ല വർത്തുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ഇന്നത്തെ ട്രിപ്പുകൾ സൂപ്പറായിരുന്നു എല്ലാം. അപ്പോൾ കാശിരങ്ങല ഞങ്ങളുടെ ലാസ്റ്റ് ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ക്യാമ്പിൽ പോയിട്ട് ഞങ്ങളുടെ റൂം അവിടെ പോയിട്ട് ഞങ്ങൾ ആ റിസോർട്ടിൽ അവിടെ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് ഒരു ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നല്ല തണുപ്പാണല്ലോ. അപ്പോൾ അതോടുകൂടി ഈ വീഡിയോ ഇവിടെ നിർത്തണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ. മറക്കാണ്ട് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ട്രാവലറല്ല.